ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ BK808. സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് IPL 2024 ഫൈനൽ മാച്ചാണ്. KKR വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് മാച്ച് നടക്കുന്നത് MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിലാണ്. ഈവനിങ് 7:30 മാച്ച്. സോ അതിലുള്ള നമ്മുടെ ഒരു ടീംസ് എങ്ങനെയായിരിക്കും പ്ലേയേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെയാണ് ഏതൊക്കെ പ്ലേയേഴ്സിനായിരിക്കും കൂടുതൽ ഓപ്ഷൻ, ആരായിരിക്കും കൂടുതൽ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. സോ വെന്യൂ നോക്കുകയാണെങ്കിൽ MA ചിദംബരം സ്റ്റേഡിയമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ച് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ലോ ബോളേഴ്സിന് ടേണും ഒക്കെ കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണ്. കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്. സെക്കൻഡ് ഇന്നിങ്സ് ബൗൾ ചെയ്തവർക്ക് നല്ല ഒരു ടേൺ തന്നെയാണ് കിട്ടിയത്. അത് RRൻ്റെ എനിക്ക് തോന്നുന്നു സെലക്ഷൻ തന്നെ തെറ്റിപ്പോയി, അവർക്ക് ബാറ്റിംഗ് ഫസ്റ്റ് ചൂസ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അതുപോലെ തന്നെ ഇവിടെ ചില ബാറ്റ്സ്മാൻമാർ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നോർമലി ബൗളേഴ്സാണ് കൂടുതലും ഇവിടെ ഡൊമിനേറ്റ് ചെയ്ത് കളിക്കാറെന്നുള്ളതാണ് മൊത്തത്തിൽ പറയുന്നത്. അതുപോലെ തന്നെയാണ് ബൗണ്ടറീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തീരെ ചെറിയ ബൗണ്ടറീസ് ഒന്നുമല്ല, ബാക്ക് സൈഡ് മാത്രമാണ് കുറച്ച് ചെറുതായിട്ടുള്ളത്. എന്നാൽ ഫ്രണ്ട് സ്ട്രൈറ്റ് നോക്കുകയാണെങ്കിൽ 79 മീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലെഗ് സൈഡ് 66 മീറ്റേഴ്സും ഓഫ് സൈഡ് 70 മീറ്റേഴ്സുമാണ് ഉള്ളത്. അത്യാവശ്യം ഉള്ളൊരു ബൗണ്ടറീസ് തന്നെയാണ് ഇതിലുള്ളത്. അതുപോലെ നമ്മളിതിൽ ബാറ്റ്സ്മാൻമാരെ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 55% നമ്മൾ ബാറ്റ്സ്മാൻമാരെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സായി 35% സെലക്ട് ചെയ്യുക. അതുപോലെ സ്പിന്നേഴ്സ് ഒരു 10% വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇവിടുത്തെ മാച്ചിൻ്റെ ഒരു വെന്യൂ ഈ വെന്യൂവിൻ്റെ ഒരു സ്കോർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇവിടെ 138 മാച്ചസാണ് നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തവർ 72 ടൈംസ് വിൻ ചെയ്തപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്തവർ 64 ടൈംസാണ് വിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതൽ വിന്നിങ് ചാൻസ് ഇവിടെ ഉള്ളത് തന്നെ. അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 150 ബിലോ എടുത്തിട്ടുള്ളത് 52 ആണ്. 152 69 41, 172 89 22 ടൈംസ് ആൻഡ് 190 ആൻഡ് അബവ് 22 ടൈംസ്. അപ്പോൾ നമ്മളൊരു ഈ ഒരു പിച്ചൊരു നമുക്കൊരു ആവറേജ് പിച്ചായിട്ട് പറയാൻ പറ്റും. അതായത് ബൗളേഴ്സിനും അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന പിച്ച് തന്നെയാണ്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഒരു 158 160 ആണ്. അതുപോലെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 246 for 5 ആണ്. ലോവസ്റ്റ് എന്ന് പറയുന്നത് 74 10 ആണ്. ഇവിടുത്തെ റീസെൻറ്റ് മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന മാച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന ക്വാളിഫയർ 2 മാച്ചായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോസ് കിട്ടിയെങ്കിലും ബൗളിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാന് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിലും ആ റൺസിൻ്റെ ഒഴുക്ക് തടയാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കും. സൺറൈസേഴ്സ് 175 എടുത്തു. കാരണം നമ്മൾ കണ്ടത് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാർ വളരെ അഗ്രസീവായിട്ട് കളിക്കുന്നതാണ് കണ്ടത്. ഈവൻ അഭിഷേക് ശർമ്മ ആയാലും അതുപോലെ തന്നെ ത്രിപാഠി ആയാലും എല്ലാവരും വന്ന് നല്ലൊരു അറ്റാക്കിംഗ് ഷോട്ടാണ് ഫുൾ കളിച്ചത്. എന്നാൽ രാജസ്ഥാൻ അതുപോലെ അറ്റാക്കിംഗ് ഷോട്ട് കളിച്ച് നിൽക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ 175 for 9 സൺറൈസേഴ്സ് എടുത്തപ്പോൾ രാജസ്ഥാൻ എടുത്തത് 139 for 7 ആണ്. സൺറൈസേഴ്സ് 36 റൺസിന് വിജയിക്കുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെയാണ് അതിന് തൊട്ട് മുമ്പുള്ള മാച്ചും CSK ആണ് ജയിച്ചത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പേസേഴ്സിനാണ് കൂടുതൽ വിക്കറ്റ് കിട്ടുന്നതെങ്കിലും സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ പിച്ച് സെക്കൻഡ് ഇന്നിങ്സിൽ. അതാണ് നോർമലി കണ്ടുവരുന്നത്. അപ്പോൾ പേസേഴ്സിന് ഫസ്റ്റ് ഇന്നിങ്സിൽ 33 വിക്കറ്റ്സ് ലാസ്റ്റ് 4 മാച്ചസ് സ്വന്തമാക്കിയപ്പോൾ സ്പിന്നേഴ്സിന് 13 വിക്കറ്റ്സാണ് സ്വന്തമാക്കിയത്. അതായത് സെക്കൻഡ് മാച്ചിൽ സ്പിന്നേഴ്സിന് 3 വിക്കറ്റും പേസേഴ്സിന് 6 വിക്കറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഇന്നിങ്സിലാണ് 3 വിക്കറ്റ്സ് കിട്ടിയത്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സിന് 1 വിക്കറ്റേ കിട്ടിയിട്ടുള്ളൂ. അപ്പം കമ്പാരിറ്റീവ്ലി ഒരു സ്പിന്നും കൂടെ ഹെൽപ്പ് ചെയ്യുന്നൊരു പിച്ച് തന്നെയാണ്. അതുപോലെ നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ സുനിൽ നരൈനും ഗർബസും കൂടെയാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആരൊക്കെയാണ് നോക്കാം. സുനിൽ നരൈൻ, ഗർബസ്, വി അയ്യർ, ശ്രേയസ് അയ്യർ, എൻ റാണ, റിങ്കു സിംഗ്, റുസൽ, റംദീപ്, സ്റ്റാർച്ച്, വരുൺ ചക്രവർത്തി, എച്ച് റാണ ഇവരൊക്കെ ആയിരിക്കും പ്ലേയിങ് ലെവൻ എന്ന് പറയുന്നത്.
അതിൽ ഇപ്പോൾ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഗർബസും സുനിൽ നരയനും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പീസ് ഔട്ട് പോയതിന് ശേഷമാണ് ഗർബസ് വന്നത്. എന്നാൽ ഗർബസിന് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചില്ല. ഗർബസിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിംഗ് ആണ് എന്ന് പറയുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്ലോപ്പ് എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ഗർബസ് ഒരു ആവറേജ് സ്കോർ എടുക്കാനാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇന്നത്തെ മാച്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുനിൽ നരയനായിരിക്കും എല്ലാവരുടെയും ക്യാപ്റ്റൻ. അതുപോലെ തന്നെയാണ് നമ്മളും സുനിൽ നരയനെ തന്നെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് പോവുക. കാരണം മാച്ച് നടക്കുന്നത് ചെന്നൈയിലാണ്. അതുകൊണ്ട് തന്നെ സ്പിന്നിന് വിക്കറ്റ് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സുനിൽ നരയൻ്റെ ഓപ്പണിങ്ങും. അപ്പോൾ എന്തൊക്കെ വന്നാലും സുനിൽ നരയനൊരു നല്ലൊരു സ്കോർ തന്നെ എടുക്കാൻ സാധിക്കും. സോ ഇറ്റ് വിൽ ബി സേഫ് ക്യാപ്റ്റൻ ഓപ്ഷൻ തന്നെയായിരിക്കും സുനിൽ നരയൻ എന്ന് പറയുന്നത്. വെങ്കടേഷ് അയ്യറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെങ്കടേഷ് അയ്യർ ഫസ്റ്റ് ഓപ്ഷനിൽ ഒരു ആവറേജ് സ്കോർ എടുക്കുമെങ്കിലും സെക്കൻഡ് ഇന്നിങ്സിൽ ഫ്ലോപ്പ് തന്നെ ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ ശ്രേയസ് അയ്യർ ആണെങ്കിൽ ശ്രേയസ് അയ്യർ ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും, നമുക്ക് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. പിന്നെ പറയുകയാണെങ്കിൽ നിതീഷ് റാണ ആണുള്ളത്. നിതീഷ് റാണ എനിക്ക് തോന്നുന്നു വെങ്കടേഷ് അയ്യരെക്കാട്ടിയും കൂടുതൽ സ്കോർ നമുക്ക് നിതീഷ് റാണയിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. റിങ്കു സിംഗിൻ്റെ ബാറ്റിങ് കുറച്ച് ഡൗൺ ആയതുകൊണ്ട് കിട്ടാൻ വളരെ പ്രയാസമാണ്. കിട്ടിയാൽ തന്നെ 20 to 25 റൺസ് ആ ഒരു റേഞ്ചാണ് നമുക്ക് കാണാൻ സാധിക്കുക. റുസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റുസൽ ബാറ്റിങ്ങും ബൗളിങ്ങും ഓപ്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ റുസലിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആക്കണ ഒരു ഓപ്ഷൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റിസ്ക് തന്നെയായിരിക്കും. സോ നമുക്ക് ടീമിൽ ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത്. രൺദീപ് സിംഗിന് ബാറ്റിംഗ് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ബൗളിംഗ് സെക്ഷനാണ്. ബൗളിംഗ് സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർച്ച്, വരുൺ ചക്രവർത്തി, എച്ച് റാണ ഈ 3 ബൗളേഴ്സും വളരെ ശക്തമായ ബൗളേഴ്സ് തന്നെ ആയിരിക്കും. വളരെ നമുക്ക് ഉൾപ്പെടുത്തി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. കാരണം വിക്കറ്റുകൾ കിട്ടാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലായതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെയാണ് വി അറോറ ആയിരിക്കും ഓപ്ഷനായിട്ട് ഇറങ്ങുക. വി അറോറ ഓപ്ഷനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. വി അറോറയും ഇവിടെ നല്ലൊരു ഫസ്റ്റ് ബൗളാണ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും വി അറോറ എന്ന് പറയുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ടി ഹെഡ്, ത്രിപ്പതി, റെഡ്ഡി, ക്ലാസൻ, അബ്ദുൾ സമദ്, എസ് അഹമ്മദ്, വിജയസ്കാന്ത്, കുമിൻസ്, ഭുവനേശ്വർ അയ്യർ, കുമാർ, നടരാജൻ ഇവരൊക്കെയാണ് കളിക്കുന്നത്. അതിൽ വിജയസ്കാന്ത് കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പകരം ജെ ഉണ്ണാക്കണ്ടായിരിക്കും കളിക്കുക. ഇതിൽ അഭിഷേക് ശർമ്മയുടെ കാര്യം പറയുകയാണ്. അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയ്ക്ക് ഇവിടെ കഴിഞ്ഞ കളിയിൽ പോലെ തന്നെ ഈ കളിയിലും ബൗളിംഗ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 1 to 2 അല്ലെങ്കിൽ 3 ഓവേഴ്സ് കിട്ടും. സോ അഭിഷേക് ശർമ്മ ഈസ് എ ബെറ്റർ ഓപ്ഷൻ. പിന്നെ ടി ഹെഡ് ഇന്നത്തെ കളിയിൽ എത്രത്തോളം ശക്തമാകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് റിസ്ക് എടുത്ത് വേണമെങ്കിൽ GL ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഉൾപ്പെടുത്തണം. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഒരു ഓപ്ഷനായി തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. കാരണം എല്ലാ പ്ലേയേഴ്സിനെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. കൂടെ നമുക്ക് ഈ 22 പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു 11 പ്ലേയേഴ്സ് ടീമാണ് ഉണ്ടാക്കാനുള്ളത്. നമുക്ക് അതിന് സംഭവം വേറെ ഒന്നും ഇടാൻ പറ്റത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി ഹെഡിനെ വേണമെങ്കിൽ നമുക്ക് റിസ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ തൃപ്പതിയുടെ കാര്യം പറയുകയാണെങ്കിൽ തൃപ്പതി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഒരു ആവറേജ് പോയിന്റ് നമുക്ക് എപ്പോഴും തൃപ്പതി നൽകും. കഴിഞ്ഞ കളിയിൽ നോക്കുകയാണെങ്കിൽ 15 ബോളിൽ 35 റൺസ് എടുത്ത് തൃപ്പതി ഔട്ടായി പോയി. പക്ഷേ ആ ഒരു 40 to 50 പോയിൻറ്റ്സ് നമുക്ക് തൃപ്പതിയിൽ നിന്ന് കിട്ടുകയാണ്. സോ ഒരു പവർ ഹിറ്റിംഗ് പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ തൃപ്പതിയെ ഒരു ഓപ്ഷനായി നമുക്ക് എടുക്കാം. 1-2 ടീമുകളിൽ എടുത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാൻ എന്നായിരിക്കും ബെറ്റർ. റെഡ്ഡിയുടെ കാര്യം പറയാൻ റെഡ്ഡി അത്രയും വലിയൊരു ഓപ്ഷനായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ ഫാസ്റ്റ് ബൗളേഴ്സിന് അധികം ഹെൽപ്പൊന്നും കിട്ടാത്ത പിച്ചായതുകൊണ്ട് തന്നെ റെഡ്ഡിക്ക് ബൗളിംഗ് കഴിഞ്ഞ കളിയിലും മാച്ചിലും കിട്ടിയിരുന്നില്ല. റെഡ്ഡിയെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മക്രത്തിനാണ് ഉള്ള ഇനി ഒരു പ്ലെയർ, അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മക്രമാണ് അത് കഴിഞ്ഞ് നടക്കുന്ന നോർമൽ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. മക്രം കഴിഞ്ഞ മാച്ചിൽ കളിച്ചില്ല എങ്കിലും ഈ മാച്ചിൽ കളിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ ഒരു നല്ല ബാറ്റ്സ്മാനാണ്. എന്നാൽ ബൗളിങ്ങും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മക്രത്തിനെ നമ്മൾ ഉൾപ്പെടുത്തുക. ഇതിലൊരു ട്രംപ് കാർഡ്. കാരണം മക്രത്തിനെ ആരും ചൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ക്ലാസനെ നമുക്ക് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു നല്ലൊരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ തന്നെ നമുക്ക് ക്ലാസനെ ചൂസ് ചെയ്യാം. കാരണം ബാറ്റിങ്ങിൽ ക്ലാസൻ വളരെ ശക്തനാണ്. അതുപോലെ തന്നെയാണ് വിക്കറ്റ് കീപ്പിങ്ങിലും വളരെ ക്ലിയറാണ്. അതുകൊണ്ട് നമുക്ക് ക്ലാസനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അബ്ദുൾ സമദിനെ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് താഴെയാണ് ബാറ്റിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് കിട്ടിയാൽ തന്നെ ഒരു 15 to 20 പോയിൻറ്റ്സ് അതാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് അബ്ദുൾ സമദിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഷബാസ് അഹമ്മദിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കഴിഞ്ഞ മാച്ചിൽ സ്പിന്നിനെ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഷബാസ് അഹമ്മദിന് വിക്കറ്റ് ലഭിക്കുകയുണ്ടായി. സോ ഷബാസ് അഹമ്മദ് ഒരു ഗുഡ് ഓപ്ഷൻ തന്നെയായിരിക്കും. വിജയസ്കാന്ത് കളിക്കുന്നില്ല. പകരം പാറ്റ് കുമിൻസ് ബൗളേഴ്സിലാണ് വരുന്നത്. ബൗളേഴ്സിൽ നമുക്ക് പാറ്റ് കുമിൻസിനെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്
ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാറ്റ് കമിൻസിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ബാറ്റിങ്ങിലും ചിലപ്പോൾ പാറ്റ് കമിൻസ് അത്യാവശ്യം നല്ലൊരു ഇത് കാഴ്ചവെക്കാനുള്ളതുണ്ട്. പാറ്റ് കമിൻസിനെ നമുക്ക് ചൂസ് ചെയ്യാം. ഭുവനേശ്വർ കുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാറിന് ഓപ്പണിങ്ങിൽ വിക്കറ്റ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു വലിയൊരു ചാൻസസ് ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് നടരാജിൻ്റെ കാര്യവും. നടരാജിന് ഒന്നോ രണ്ടോ വിക്കറ്റുകൾ, ഒരു വിക്കറ്റ് കാണാൻ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അത്ര എന്നാലും ഉറപ്പില്ല. എന്നാലും ഫസ്റ്റ് ബൗളിംഗ് ആണെങ്കിൽ നടരാജിന് വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നമുക്ക് ഈ വെന്യൂവിൽ ഓരോ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് മുമ്പ് ഇവിടെ കളിച്ചിട്ടുള്ള പീസോൾട്ടാണ്. പീസോൾട്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. നരൈൻ 20 balls 27 runs എടുത്തിട്ടുണ്ട്. സോ നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട് നരൈൻ ബോളിങ്ങിൽ നോക്കുകയാണെങ്കിൽ. രഘുവംശി ഇപ്പോൾ കളിക്കുന്നില്ല. ശ്രേയസ് അയ്യർ നല്ല ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ 34 റൺസാണ് എടുത്തിട്ടുള്ളത് 32 balls. വെങ്കടേഷ് അയ്യർ സ്കോറൊന്നും എടുത്തിട്ടില്ല. റംദീപ് സിംഗും വലിയ സ്കോർ എടുത്തിട്ടില്ല. റിങ്കു സിംഗും വളരെ കുറവാണ് സ്കോർ എടുത്തിട്ടുള്ളത്. റുസലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റുസൽ ഒരു ഓവറിൽ 8 റൺ കൊടുക്കുകയും വിക്കറ്റൊന്നും എടുക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ 10 ബോളിൽ 10 റണ്ണാണ് എടുത്തത്. ബാക്കി ബൗളേഴ്സൊന്നും അന്ന് കഴിഞ്ഞ കളിയിൽ ശക്തമല്ലായിരുന്നു. CSK ആണ് ആ മാച്ച് വിജയിച്ചത്. വി അറോറ പറയുകയാണെങ്കിൽ 2 വിക്കറ്റ് എടുക്കുകയുണ്ടായി 4 ഓവറിൽ 28 റൺസ് നൽകിക്കൊണ്ട്. സ്റ്റാർച്ച് 3 ഓവറിൽ 29 റൺസ് മാത്രമാണ് നൽകിയത്. അതുപോലെ തന്നെയാണ് വരുൺ ചക്രവർത്തി 4 ഓവർ 26 റൺസ് മാത്രമാണ് നൽകിയത്. അപ്പോൾ അവർക്ക് ബൗളിംഗ് നല്ല ശക്തമാണ്. വിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നു SRHനായിരിക്കും കൂടുതലൂടെ ഇമ്പോർട്ടൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത SRHൻ്റെ നോക്കുകയാണ് എങ്കിൽ ടി ഹെഡ് കഴിഞ്ഞ 2 മാച്ചസാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെയും ഇവിടെ കളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ചെന്നൈക്കെതിരെയും കളിക്കുകയുണ്ടായി. അതിൽ ടി ഹെഡിൻ്റെ പെർഫോമൻസ് നമുക്കൊരു ആവറേജ് പെർഫോമൻസ് ആയി കാണാൻ സാധിക്കും. അഭിഷേക് ശർമ്മ റൺസ് അധികം സ്കോർ ചെയ്തിട്ടില്ല എങ്കിലും കഴിഞ്ഞ മാച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അഭിഷേക് ശർമ്മയ്ക്ക് 2 വിക്കറ്റുകളാണ് ലഭിച്ചത്. 4 ഓവറിൽ 2 വിക്കറ്റ്, 24 റൺസിന് 2 വിക്കറ്റാണ് എടുത്തത്. ത്രിപ്പതി കണ്ടില്ല. ത്രിപ്പതി ഒരു 15 balls 37 റൺസ്. ഒരു പവർ ഹിറ്റിംഗ് ബാറ്റ്സ്മാനാണ്. നമ്മളൊന്ന് ചൂസ് ചെയ്ത് നമ്മളെ ടീമിൽ നിലനിർത്തുന്നത് നമുക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് മക്രം ചെന്നൈയിലുള്ള മാച്ചിൽ 26 balls 32 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ബൗളിങ്ങിലൊന്നും എടുത്തില്ല. കഴിഞ്ഞ മാച്ചിലും പ്രത്യേകിച്ച് റൺസൊന്നും എടുത്തിരുന്നില്ല. റെഡ്ഡി ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പോലും ഒന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് റെഡ്ഡിയെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ക്ലാസൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 21 balls 20 അതുപോലെ തന്നെ 34 balls 50 റൺസും എടുത്തിട്ടുണ്ട്. സോ ക്ലാസൻ അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ എന്നുള്ളൊരു പ്ലസ് കൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ക്ലാസൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അബ്ദുൾ സമദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 balls 19 0 balls 1 സോ അബ്ദുൾ സമദിനെ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാം. കാരണം ഒരു ഓൾറൗണ്ടറൊന്നും അല്ല, ബാറ്റ്സ്മാൻ മാത്രമാണ്. സോ നമുക്ക് അതിനെ ഡ്രോപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. അഹമ്മദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 balls 18 5 balls 7 റൺസുമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ചെന്നൈയായിട്ടുള്ള മാച്ചിൽ 3 ഓവർ 33 റൺസ് നൽകേണ്ട വിക്കറ്റൊന്നും എടുത്തില്ല. എന്നിരുന്നാൽ ആയിട്ടുള്ള മാച്ചിൽ 3 വിക്കറ്റ്സ് എടുക്കുകയാണ് ഉണ്ടായത്. അതുപോലെ പാറ്റ് കുമിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്റിങ്ങിലൊന്നും നേടാൻ സാധിച്ചിട്ടില്ല പാറ്റ് കുമിൻസിന്. എന്നാൽ ഒരു വിക്കറ്റ് എടുക്കാനുണ്ടായത്. അപ്പോൾ പാറ്റ് കുമിൻസിനെ ഒരു 50-50 ഓപ്ഷനായിട്ടാണ് പറയാൻ പറ്റുന്നത് നമ്മുടെ ടീമിൽ എടുക്കുകയാണെങ്കിൽ തന്നെ. ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെയാണ്. ഭുവനേശ്വർ കുമാറിനൊക്കെ നമുക്ക് മാക്സിമം ഒരു വിക്കറ്റൊക്കെ കിട്ടുന്നുണ്ട് ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ഭുവനേശ്വർ കുമാറിൽ നിന്ന് ഓവറായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ജെ ഗുണാകറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത് തന്നെയാണ്. ജെ ഗുണാകറിൻ്റെ കഴിഞ്ഞ ഒരു ഓവർ മാത്രമാണ് ലഭിച്ചത്. വിക്കറ്റ് ഓവറുകളൊന്നും ലഭിച്ചത് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും ഒരു സ്ലോ അല്ലെങ്കിൽ സ്പിന്നായിട്ടുള്ളവരെ നമ്മുടെ ടീമിൽ കൂടുതൽ ഉൾപ്പെടുത്തി മുമ്പോട്ട് കൊണ്ട് പോവുക. ഞാൻ ഫാസ്റ്റ് ബോളേഴ്സിന് ഉദ്ദേശിച്ചതും അത് തന്നെയാണ് ഉൾപ്പെടുത്താൻ പറഞ്ഞത്. അതായത് ഡെത്ത് ഓവർ എറിയുന്നവർ, അതുപോലെ തന്നെ ഫാസ്റ്റിൽ തന്നെ ഒരു മീഡിയം പേസ് എറിയുന്നവർ, അതുപോലെ സ്പിന്നേഴ്സിനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുനിൽ നരൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സുനിൽ നരൈൻ ഉൾപ്പെടുത്താൻ സാധിക്കും. KKR സുനിൽ നരൈൻ, ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, റുസൽ, വരുൺ ചക്രവർത്തി, സ്റ്റാർച്ച്, എച്ച് റാണ. ഇവരെ അത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ SRHൽ പറയുമ്പോൾ അഭിഷേക് ശർമ്മ, ത്രിപ്പതി, മക്രം, ക്ലാസൻ, അഹമ്മദ്, പാറ്റ് കുമിൻസ് ഒക്കെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്ന പ്ലെയേഴ്സ്. സോ നമുക്ക് ഇന്നത്തെ മാച്ചോടെ നമുക്കറിയാം IPL 2024 ആര് സ്വന്തമാക്കും. വളരെ ശക്തമായ മാച്ചാണ്. സോ SRH സ്വന്തമാക്കുമോ അതോ KKRൻ്റെ
ആധിപത്യത്തിൽ തന്നെ തുടരുമോ എന്നുള്ളത് അറിയാൻ സാധിക്കും. കാരണം KKR ഈ ഉള്ള കളികളിൽ 24 എല്ലാ കളികളും കളിച്ചു വന്നത് വളരെ ശക്തമായി വിജയിച്ചു കൊണ്ട് തന്നെയാണ് അവർ കളിച്ചു കൊണ്ടുവന്നത്. ആധിപത്യം വളരെ സ്ഥാപിച്ചു കൊണ്ട് തന്നെയാണ് KKR കൊണ്ടുവന്നത്. എന്നാൽ SRH തിരിച്ച് വളരെ ശക്തമായി പോരാടി തന്നെയാണ് SRHും ഫൈനൽ വരെ എത്തിയത്. സോ ലെറ്റ് സി ആരായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ആരാണ് വിജയിക്കുമെന്ന് തോന്നുന്നത്? നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീം അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. ഇനി നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2020 വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. 2020 വേൾഡ് കപ്പിൽ നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.